ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ആദരിക്കാൻ എത്തിച്ച മോസ്റ്റ് റെവറൻഡ് ഹിസ് ബിയാറ്റിറ്റ്യൂഡ് മാർ റഫാൽ തട്ടിൽ, വേദിയിരിക്കുന്ന എല്ലാ തിരുമേനിമാരെ, പിതാക്കളെ, മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, സദസ്സിരിക്കുന്ന എല്ലാ വിശ്വാസികളെ, സഹോദരന്മാരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വലിയ സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമാണിത്. തിരുവനന്തപുരത്തിൻ്റെ ജനപ്രതിനിധിയായിട്ട് നമ്മുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തിരുവനന്തപുരത്ത് സ്വീകരിക്കാനൊരു അവസരം കിട്ടിയതിന്. യു ആർ മോസ്റ്റ് വെൽക്കം സർ. ഇറ്റ്സ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഹാവ് യു ഹിയർ. നമ്മളെല്ലാവരും പള്ളിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ റിലീജിയസ് ഡയമെൻഷനും കാണും, അതിൻ്റെ ഒരു സോഷ്യൽ ഡയമെൻഷനും കാണണം. നമ്മളെല്ലാ വിധത്തിലും പള്ളിയെക്കുറിച്ച് പലരുടെ ചരിത്രം കേരളത്തിൽ വായിച്ച് പഠിച്ചവർക്കറിയാം. പല കോൺട്രിബ്യൂഷൻസ് ദൈവരാജ്യത്തിലല്ല നമ്മളുടെ ഈ സാമൂഹ്യത്തിനകത്ത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പിതാക്കന്മാരുടെ ജോലി ജനങ്ങളെ ദൈവത്തിൻ്റെ അടുത്ത് അടുപ്പിക്കുക എന്നാണ്, ദൈവത്തിൻ്റെ സന്ദേശം അവർക്ക് കൊടുക്കുക. പക്ഷെ അതിൻ്റെ ഒപ്പം കേരളത്തിൽ ക്രിസ്ത്യൻ പള്ളികൾ ചെയ്ത ജനസേവനം നമ്മളെല്ലാവർക്കും അറിയാനും പഠിക്കാനും അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. കേരള നവോത്ഥാനത്തെക്കുറിച്ച് ചിലവർ സംസാരിച്ചു. ഒരു സംശയവുമില്ല, ആദ്യം പള്ളിയോടൊപ്പം പള്ളിക്കൂടെന്ന് പറഞ്ഞത് പള്ളിക്കാരനെ ആയിരുന്നതാണ്. സെയിൻറ്റ് കുര്യാക്കോസ് എലിയാസ് ചാവറ, അദ്ദേഹം ആണ് ആദ്യം കുട്ടികൾ അവർ ജാതി നോക്കാതെ സ്കൂളിൽ കയറ്റി പഠിപ്പിച്ചതും ചില ജാതികൾക്ക് അറിയാപ്പാടാത്ത ചില ഭാഷകൾ, സംസ്കൃതം പഠിപ്പിക്കാൻ തയ്യാറായതും. അതിൻ്റെ ഒപ്പം ടീച്ചിങ് പ്രൊഫഷനെ സ്ഥാപിച്ചത് കേരളത്തിൽ ശരിക്കും പള്ളി തന്നെയായിരുന്നു. അതിനു മുമ്പ് ഗുരുകുലമൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ജനങ്ങൾ അവർ സ്വയം അവർ കഴിവുകൊണ്ട് ഒരു വ്യക്തിയെ പഠിപ്പിക്കും. പക്ഷെ സ്കൂളായിട്ട് സ്ഥാപിക്കാനും ഒരു ടീച്ചിങ് പ്രൊഫഷൻ സ്ഥാപിച്ച് ശമ്പളം കൊടുക്കാൻ തുടങ്ങിയത് കാത്തലിക് ചർച്ച് തന്നെയായിരുന്നു. അത് ചിലവർക്ക് അറിയില്ല. അതിനു മുമ്പ് ശമ്പളം കൊടുത്ത് നിർത്തി ഒരു പ്രൊഫഷനാക്കുന്ന ടീച്ചർമാരുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഉച്ചഭക്ഷണം കുട്ടികൾക്ക്, മിഡ് ഡേ മീൽസ്, ഈ 1980 മുതൽ പല പാർട്ടികൾ ഇതിന് തർക്കിക്കുന്നു ആരാണത് കൊണ്ടുവന്നതെന്ന്. പക്ഷേ അതിൻ്റെ 130 വർഷം മുമ്പ്, ഇന്നത്തെ 170 വർഷം മുമ്പ് കാത്തലിക് പള്ളികൾ പാവപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഭക്ഷണം സ്കൂളിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കണ്ട് സേവനം ചെയ്ത ഒരു സ്ഥാപനമാണ് ചർച്ച്. ഞാൻ എപ്പോഴും കാണുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും ചർച്ചിൻ്റെ നിരവധി ആക്ടിവിറ്റീസ് ഇത് കേരളത്തിൽ വലിയ മാറ്റം കൊണ്ടുവന്നു. അതുമാത്രമല്ല, നിങ്ങൾ നൽകിയ സേവനം ഈ രണ്ട് മേഖലയിലും എല്ലാവർക്കുമായിരുന്നു. പള്ളിയുടെ അംഗമാവാൻ നിർബന്ധമായിരുന്നില്ല, പലരുടെ വിശ്വാസം സ്വീകരിക്കാൻ നിർബന്ധമായിരുന്നില്ല, ജാതി, മതം, ഭാഷ ഒന്നും പ്രശ്നമായിരുന്നില്ല. വ്യക്തിക്ക് പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിലോ അല്ലെങ്കിൽ അസുഖം ചികിത്സയ്ക്ക് ആവശ്യമുണ്ടെങ്കിലോ പള്ളി ആ സേവനം ചെയ്തു. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ല, വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു ഭാഗ്യം. കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്ര വലിയ റോൾ നമ്മളുടെ ചർച്ച്, all the churches in Kerala have played a role that cannot be matched by anyone else. അതിനെ നമ്മൾ അംഗീകരിക്കണം, നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഞാൻ ഒരു ഹിന്ദുവാണ്, അത് നിങ്ങൾക്കറിയുന്ന സംശയവുമില്ല. പക്ഷെ ഞാൻ 3 ക്രിസ്ത്യൻ സ്കൂളിലും ഒരു ക്രിസ്ത്യൻ കോളേജുമാണ് പഠിച്ചത്. അതിൽ ഞാൻ പല കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. വിദ്യാഭ്യാസ മേഖലയിലത്തെ നമ്മളുടെ അച്ഛന്മാരുടെ അറിവും അവർ തയ്യാറാക്കി പ്രിപ്പയർ ആയി പഠിപ്പിക്കുന്നതിൻ്റെയും ഗുണങ്ങൾ കാണാൻ സാധിച്ചു. അതിൻ്റെ ഒപ്പം ഞാൻ ബൈബിളിനെ വായിച്ചത് സാഹിത്യം പോലെയായിരുന്നു. In any case, in the English language, the King James version of the Bible in particular is such a beautiful literary text that anyone who reads and enjoys English will know phrases from the Bible without having perhaps even become conscious that they came from the Bible. ഇതെല്ലാം നമ്മൾക്കുണ്ടായിട്ട് അതിൻ്റെ ഒപ്പം ക്രിസ്ത്യൻ മൂല്യങ്ങൾ, ക്രിസ്ത്യൻ വിശ്വാസങ്ങൾ, ക്രിസ്ത്യൻ എത്തിക്സ്, ക്രിസ്ത്യൻ മൊറാലിറ്റി, ഇതൊക്കെ നമ്മളെല്ലാവർക്കും ഓട്ടോമാറ്റിക്കലി വരും. അത്
ഞങ്ങളുടെ മതം ഏതായാലും ഞങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് നമ്മുടെ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കണ്ടിട്ടില്ല ഇതുവരെ ഓരോരോ ക്രിസ്ത്യൻ ഫങ്ഷൻസ് പങ്കെടുക്കാനും അതിൻ്റെ ഒപ്പം മതസൗഹാർദ്ദത്തിൻ്റെ പേരിൽ ഒരുമിച്ച് നിൽക്കാനും. ഞാൻ ഒരു ഹിന്ദുവായിട്ട് കുട്ടിക്കാലം മുതൽക്കേ വിവേകാനന്ദനെ വായിച്ചിട്ട് പഠിച്ചതാണ് എൻ്റെ ഹിന്ദു എത്തിക്സും ഹിന്ദു വാല്യൂസും. അദ്ദേഹം എപ്പോഴും ഒരു കാര്യം പറഞ്ഞത് പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ തട്ടി. ഞാൻ ടീനേജറായിട്ട് വായിച്ചതായിരുന്നു. അദ്ദേഹം ഷിക്കാഗോയിൽ പോയിട്ട് 1893 വലിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത്? ഐ എം പ്രൗഡ് ടു സ്പീക്ക് ഓൺ ബിഹാഫ് of a religion which has taught the world not just tolerance but acceptance. ഇതെനിക്ക് പ്രത്യേകിച്ച് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. കുറേ വർഷങ്ങൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ശ്രമിച്ചു. ഞാൻ ആ കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ചത് ടോളറൻസ് ഒരു നല്ലൊരു കാര്യമാണ്. A tolerant king is a good king because he allows people in his domains to have different beliefs. അതായിരുന്നു എൻ്റെ വിശ്വാസം. പക്ഷെ ശരിക്കും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ tolerance is a very patronizing virtue. The tolerant king is saying, I have the truth, you are in error, but I will magnanimously indulge you in your right to be wrong. അത്രേ ടോളറൻസ് ഉള്ളൂ. പക്ഷെ അക്സെപ്റ്റൻസ് എന്താണ്? വിവേകാനന്ദൻ പഠിപ്പിച്ചത് എന്താണ്? അക്സെപ്റ്റൻസ് പറയുന്നു, എനിക്ക് എൻ്റെ വിശ്വാസമാണ്, എനിക്ക് സത്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് സത്യമുണ്ട്, ഞാൻ നിങ്ങളുടെ സത്യത്തിനെ ബഹുമാനിക്കുന്നു, നിങ്ങൾ എൻ്റെ സത്യത്തിനെ ബഹുമാനിക്കുന്നു. This is the basic prescription for coexistence in a multi-religious society like ours. ഇത്ര ബഹുസ്വരത നമ്മുടെ രാജ്യത്തിൽ ഉള്ളപ്പോൾ നമ്മൾ ഒരുമിച്ച് സൗഹാർദ്ദത്തോടെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ ആ ബഹുമാനം മറ്റേവർക്കും മറ്റേവരുടെ വിശ്വാസങ്ങൾക്കും എപ്പോഴും ഉണ്ടാവണം. അങ്ങനെ പഠിച്ച് വളർന്ന ഒരു ഹിന്ദുവാണ് ഞാൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ കേരളത്തിനകത്ത് എല്ലാ മതത്തിനെയും ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ കാണുന്നതാണ് എൻ്റെ എല്ലാം വെച്ച് വലിയ സന്തോഷം. ഓണം സമയത്ത് ഞങ്ങളെല്ലാവരും ആഘോഷിക്കും. അതിൽ മതവ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഘോഷിക്കും. ക്രിസ്മസ് സമയത്ത് അതുപോലെ തന്നെ എൻ്റെ അച്ഛനമ്മയും എപ്പോഴും എൻ്റെ കുട്ടിക്കാലം മുതൽക്ക് ക്രിസ്ത്യൻ സുഹൃത്തുക്കളുടെ വീട്ടിൽ പോയിട്ടാണ് ഞങ്ങൾ ആഘോഷിക്കുക. ഇതിൽ ഒരു ബുദ്ധിമുട്ടും കോൺട്രഡിക്ഷനും ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഈ കാലത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ ഈ പുതിയൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സമയത്ത് ഈ സന്ദേശത്തിന് വീണ്ടും ആവർത്തിക്കാനൊരു സമയമായി. നമ്മളെല്ലാവർക്കും അറിയാം, ഭാരതം ലോകത്തിലും മതത്തിൻ്റെ ഇടയിലുള്ള സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും കൂടിക്കൂടി വരുന്നു. ഇപ്പം നടക്കുന്ന ഗാസ യുദ്ധത്തിലും മതത്തിൻ്റെ സംസാരവും രണ്ട് മതങ്ങളുടെ ഇടയിലുള്ള ടെൻഷൻ കൂടാൻ തുടങ്ങിക്കഴിഞ്ഞു. ഭാരതത്തിൽ നമ്മളെല്ലാവർക്കും അറിയാം മണിപ്പൂരിൽ എന്താ സംഭവിച്ചത്. ഞാൻ തന്നെ ക്രിസ്മസ് ആഘോഷിച്ചത് 19 മണിപ്പൂരി വിദ്യാർത്ഥികളൊപ്പമായിരുന്നു. അവർക്ക് അവരെ സ്വന്തം നാട്ടിലും വീട്ടിൽ പോയി അവർ ക്രിസ്മസ് ആഘോഷിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. കാരണം അതാണ് അവരുടെ സംസ്ഥാനത്തിൻ്റെ സ്ഥിതി. ഇപ്പോൾ അങ്ങനെ ഒരു വയലൻസാണ് സംഭവിക്കുന്നത്. ആ സ്ഥിതിയിൽ കേരളത്തിൻ്റെ വലിയ ഹൃദയവും വലിയ മനസ്സോടും ഈ മണിപ്പൂരി കുട്ടികളെ ഈ നാടിൽ സ്വീകരിച്ചിട്ട് അവർ ക്രിസ്മസ് സമയത്ത് സ്നേഹമില്ലാതെ ഇരിക്കാൻ ഒരു സ്ഥിതിയിൽ വിട്ടുകൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പലവരും അവരെ കാണാൻ സാധിച്ചു. ഇങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത്. എൻ്റെ അഭിപ്രായത്തിൽ തിരുമേനിക്ക് വലിയൊരു വെല്ലുവിളി ഈ കാലത്തുള്ളത് എങ്ങനെയാണ് ഈ ഇൻ്റർ റിലീജിയസ് ടെൻഷൻസിൻ്റെ ഒന്ന് കാം ഡൗൺ ചെയ്യുക, എങ്ങനെയാണ് സംഘർഷത്തിൻ്റെ പകരം സഹോദര്യവും സ്നേഹത്തിൻ്റെ ഒരു ഭാവിക്ക് നമ്മുടെ സാമൂഹ്യത്തിനെ കൊണ്ടുപോവുക. കേരളം മാത്രമല്ല, ഭാരതം മുഴുവൻ. അദ്ദേഹം ഐ തിങ്ക് ഇന്ത്യയുടെ എല്ലാം വെച്ച് വലിയ ഡയസീസായിരുന്നു അദ്ദേഹം നയിച്ചത്. ദ ബിഗസ്റ്റ് എപ്പാക്കി ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻഡ് ഓൾ ഓഫ് ഇന്ത്യ ഔട്ട്സൈഡ് ദി ഇമ്മീഡിയറ്റ് സിറോ മലബാർ ടെറിട്ടറി. അപ്പോൾ അദ്ദേഹത്തിന് ഭാരതത്തെക്കുറിച്ച് നല്ലൊരു അറിവുണ്ട്. ഈ രാജ്യത്തിൽ സമാധാനത്തിന് വേണ്ടിയിട്ടും എല്ലാ വിധത്തിലത്തെ ഒരു സോളിഡാരിറ്റിയും സൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം പ്രവർത്തിക്കട്ടെ എന്നും ആശംസിച്ചിട്ട് ഞങ്ങൾ വേദിയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെയും സഹകരണം എപ്പോഴും ഉണ്ടാവുമെന്നും കൂടി പ്രഖ്യാപിച്ചിട്ട് എൻ്റെ സഹകരണം എന്തായാലും ഉറപ്പുമായിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വിത്ത് വെരി ബെസ്റ്റ് വിഷസ് തിരുമേനി. ഗോഡ് ബ്ലെസ് യു. ജഗദീശ്വരൻ്റെ എല്ലാ അനുഗ്രഹവും താങ്കൾക്ക് എപ്പോഴും ഉണ്ടാവട്ടെ താങ്കളുടെ സേവനത്തിൽ. താങ്ക് യു.